ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ. എന്തിനു വേണ്ടിയിട്ടാണ് ക്രിസ്തു നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ചത്? ക്രിസ്തുവിന്റെ കഷ്ടതയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? കേൾക്കാം നമുക്ക് ഈ പ്രഭാതം. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു. ഒരു നല്ല പ്രഭാതം കൂടെ ദൈവം നമുക്ക് ദാനമായി തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രഭാതത്തിലും പ്രഭാത ചിന്തയ്ക്കായി ദൈവസന്നിധിയിൽ വളരെ ആവലോടെ കാത്തിരിക്കുന്ന എൻ്റെ എല്ലാ മാന്യ മിത്രങ്ങൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ അറിയിച്ചുകൊണ്ട് നമ്മുടെ പ്രഭാത ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു നടത്തിയത് ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങൾ എന്ന ഒരു വിഷയത്തെ ആസ്പദമാക്കിയ അതിൽ ഗെത്സമനയിലെ ഒരു പ്രാർത്ഥനയുടെ ആ ചിന്ത ആണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ആ ചിന്തയിൽ അവസാനമായി ഞാൻ പറഞ്ഞു നിർത്തിയ ഭാഗം ഒന്നും കൂടെ ഉദ്ധരിക്കുന്നു. ക്രിസ്തുവിന്റെ ആ പ്രാർത്ഥനയിൽ ക്രിസ്തു നടത്തിയ ഏറ്റവും വലിയൊരു സ്റ്റേറ്റ്മെന്റ്, എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ് ആ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത്. അതിന്റെ പരിണിത ഫലം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു. ലോകത്തിന്റെ 5 വൻകരകളിലും ഇന്ന് ഈ ക്രിസ്തുവിന്റെ മാറ്റമില്ലാത്ത സനാതന സുവിശേഷം ഇങ്ങനെ പ്രഘോഷിക്കപ്പെടുകയാണ്. ആ പ്രാർത്ഥനയുടെ ഫലം അങ്ങനെയായിരുന്നുവെങ്കിൽ, ഒരു വലിയ നേട്ടമാണ് കൈവരിച്ചതെങ്കിൽ, ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുവാൻ പോകുന്നത് യേശുക്രിസ്തുവിന്റെ കഷ്ടതകളിൽ യേശുക്രിസ്തു കടന്നുപോയ ഒരു 5 കോടതികളുണ്ട്. 5 കോടതികളിൽ യേശുക്രിസ്തുവിനെ 6 പ്രാവശ്യമാണ് വിസ്തരിച്ചത്. അതിൽ ആദ്യത്തെ കോടതി, ഈ പ്രഭാതത്തിൽ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന ആദ്യത്തെ കോടതി എന്ന് പറയുന്നത് ഹന്നാവിന്റെ അരമനയിൽ വെച്ചാണ്. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 12 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ നാം വായിച്ച് പഠിക്കുമ്പോൾ അവിടെ ഹന്നാവിന്റെ അരമനയിൽ വെച്ച് യേശുക്രിസ്തുവിനെ വിസ്തരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇവിടെ യേശുക്രിസ്തു അനുഭവിച്ച പ്രധാനപ്പെട്ട കഷ്ടത എന്ന് പറയുന്നത്, ഒന്ന് പരിഹസിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം. 2, യേശുക്രിസ്തുവിന്റെ കരണത്തടിക്കുക. ഈ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഹന്നാവിന്റെ അരമനയിൽ വെച്ച് സംഭവിക്കുന്നത്. 1, പരിഹസിക്കപ്പെടുക. 2, തന്റെ കർണത്ത് അടിക്കപ്പെടുക. ഈ 2 കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുകയാണ്. ശ്രദ്ധിക്കൂ, ക്രിസ്തുവിന്റെ കഷ്ടതയുടെ പ്രധാനപ്പെട്ട ഒരു പാർട്ട് ക്രിസ്തു നിന്ന പാത്രമായി മാറുകയാണ്, പരിഹസിക്കപ്പെടുകയാണ്. ഞാൻ ചോദിച്ചോട്ടെ, യേശു ക്രിസ്തു 3.5 വർഷം നടത്തിയ ശുശ്രൂഷയിൽ ഈ ജനത്തിനുണ്ടായ ആ നഷ്ടം, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൽ നിന്ന് അവർക്ക് നേരിട്ട നഷ്ടം എന്താണ്? അവർക്കൊന്നും പറയാനില്ല. കാരണം നമുക്കറിയാം, യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ യേശുക്രിസ്തു ഗലീലി, ശമരിയ, യഹൂദ്യ ഇങ്ങനെയുള്ള ഊരുകളിൽ സഞ്ചരിച്ചിട്ട് എന്താണ് കർത്താവ് ചെയ്തത്? കർത്താവ് ചെയ്തത് നാടെങ്ങും ചുറ്റി നന്മ സുവിശേഷീകരിക്കുകയും കുരുടർക്ക് കാഴ്ച കൊടുക്കുകയും മുടന്തരെ നടക്കുമാറാക്കുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും ചെയ്ത ഒരു അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയല്ലേ കർത്താവ് ചെയ്തത്? സമൂഹത്തിന് ഒരിക്കലും തിന്മ കർത്താവ് പ്രവർത്തിച്ചിട്ടില്ല. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ പോലും യേശുക്രിസ്തു കല്ലെറിയുവാൻ മോശയുടെ ന്യായപ്രമാണം മുൻപിൽ നിൽക്കെ ആ പാപം ഇനി ചെയ്യരുത് എന്ന് പറഞ്ഞ്
അവളെ അവളുടെ ഭവനത്തിലേക്ക് അയക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. നമുക്കറിയാം, സുവിശേഷം നാം വായിക്കുമ്പോൾ യേശു ക്രിസ്തു സൗഖ്യമാക്കിയ ധാരാളം വ്യക്തി ജീവിതങ്ങളുണ്ട്. 4 ആള് ചുമന്നുകൊണ്ട് ഒരു മനുഷ്യനെ എടുത്തുകൊണ്ടുവരികയാണ്. പക്ഷപാത രോഗിയാണ്. അവന്റെ പക്ഷപാതം മാറ്റി അവനെ നടക്കുമാറാക്കിയ ഒരു കർത്താവ്. 38 വർഷം ഒരു കുളക്കരയിൽ കിടന്ന മനുഷ്യൻ, അവൻ സൗഖ്യമാകും. 18 വർഷം കുനിയായ ഒരു സ്ത്രീ, അവൾ സൗഖ്യമാകും. എന്തിനേറെ, പള്ളിപ്രമാണിയുടെ മകൾ, യായിറോസിന്റെ മകൾ, ഒരു വിധവയുടെ മകൻ ലാസർ എന്ന് വേണ്ട, അങ്ങനെ ദൈവം അല്ലെങ്കിൽ ക്രിസ്തു ചെയ്തത് നന്മ മാത്രമേ ഉള്ളൂ. പക്ഷേ ആ നന്മയുടെ നടുവിൽ ക്രിസ്തുവിന് ലഭിക്കപ്പെട്ടത് നിന്ദയും പരിഹാസവും കർണത്തടിയുമാണ്. പ്രിയരെ, ലോകം നമുക്ക് സമ്മാനിക്കുന്നത് ഇതാണ്. ഈ വിശുദ്ധ വേദപുസ്തകത്തെ ചുമക്കുന്നത് കൊണ്ട്, വിശുദ്ധ വേദപുസ്തകത്തിന് വക്താവായതുകൊണ്ട്, ക്രിസ്തുവിന്റെ സാക്ഷിയായതുകൊണ്ട് നാം പരിഹസിക്കപ്പെടുന്നുവെങ്കിൽ, നിന്ദിക്കപ്പെടുന്നതുമെങ്കിൽ, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ മനുഷ്യരാൽ നിന്ദിതരാകുമ്പോൾ സന്തോഷിക്കുവിൻ, എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ പ്രഭാതത്തിൽ എന്റെ ചിന്ത കേൾക്കുന്ന എന്റെ മാന്യമിത്രങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ക്രിസ്തു നിന്ന സഹിച്ചുവെങ്കിൽ, ക്രിസ്തു പരിഹാസം സഹിച്ചുവെങ്കിൽ, പരിഹസിക്കപ്പെട്ട ഒരു ക്രിസ്തുവിനെയാണ് നമ്മൾ പ്രസംഗിക്കുന്നത് എങ്കിൽ, നമ്മുടെ മുൻപിൽ ജനം ഒരു പൂമാലയാണിത് അണിഞ്ഞ് നമ്മളെ സ്വീകരിക്കും എന്നൊരിക്കലും വിചാരിക്കരുത്. കാരണം നമുക്ക് മുൻപിലും ഇരിക്കുന്ന ലോകം അവർ നമ്മെ പരിഹസിക്കുവാൻ, നിന്ദിക്കുവാൻ, അവർ നമുക്ക് കർണത്തടി തരുവാൻ ഒക്കെയുള്ളവരാണ്. അതുകൊണ്ടാണ് ഒരു പാട്ടുകാരൻ പാടിയത്: നിന്ദിത പാത്രരായി മേവാൻ നമ്മെ നായകൻ കൈവിടുമോ, നിന്ദിത പാത്രരായി മേവാൻ നമ്മെ നായകൻ കൈവിടുമോ, എഴുന്നേറ്റു നാം പണിതിടുക തിരുക്കരങ്ങൾ നമ്മോടിരിക്കും. അപ്പോ നിന്ദിത പാത്രരായി മേവാൻ ദൈവം അനുവദിക്കുകയില്ല. കാരണം കർത്താവ് നമ്മുടെ നിന്ന സഹിച്ചു, കർത്താവ് നമ്മുടെ വേദന എടുത്തു. നമ്മൾ സഹിക്കേണ്ട പങ്കപ്പാടുകളിൽ അപ്പുറമായി കർത്താവ് ആ വേദന സഹിച്ചു. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ നിന്ദിക്കപ്പെട്ട വ്യക്തിയാണോ, അപമാനിക്കപ്പെട്ട വ്യക്തിയാണോ, കൂട്ടുകാരിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട വ്യക്തിയാണോ, സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട വ്യക്തിയാണോ, ആരാലും ഉപേക്ഷിക്കപ്പെട്ട വ്യക്തിയാണോ, കർത്താവ് പറയുന്നു: ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, വലിയ അനുഗ്രഹമാക്കി തീർക്കണം. ഈ പ്രഭാതം ധന്യകരമാക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഒരു നല്ല പ്രഭാതം നേരുന്നു. ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ്റ്റർ ജോസ് സാമുവേൽ. താങ്ക് യു.